സങ്കല്പം ഉയർന്നു വന്നു. കാലങ്ങൾക്കിപ്പുറം ആ ദേവിയെ കാണാൻ ആയിരങ്ങളെത്തുന്നു. വരുന്നവരൊക്കെയും കയ്യിൽ ഒരു കരിക്കും കരുതുന്നു. അവിശ്വസനീയമായൊരു കഥ ഇതാ. ആലപ്പുഴയിലെ കണ്ടല്ലൂരിൽ വല്ലയിൽ ദേവീക്ഷേത്രത്തിന് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഇടപ്പള്ളി രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇടപ്പള്ളി രാജാവ് പണികഴിപ്പിച്ചതാണ് ഈ അമ്പലം എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. ഈ ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ തെക്കുവശത്ത് കാവും കളരിയും കൊട്ടാരവും ഉണ്ടായിരുന്നതാണ്. രാജകീയ ആഡംബരങ്ങളിൽ കഴിഞ്ഞിരുന്ന ക്ഷേത്രം പിൽക്കാലത്ത് തകർന്നുപോയി. രാജകുടുംബങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നത്രേ ഇതിന് കാരണം. ഇടപ്പള്ളി രാജാവ് കായംകുളം രാജാവുമായിട്ടൊരു ബന്ധമുണ്ടാകുകയും അവിടെ ഒരു വിവാഹബന്ധം നടന്നു എന്നുള്ളതാണ് അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെത്. ഏതാണ്ടൊരു 845 മധ്യത്തോടും കൂടി ഇതിൻ്റെ ഈ രാജാവും കായംകുളം രാജാവും ഇടപ്പള്ളി രാജാവുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ലായതിനാൽ ആ അവസരത്തിലാണ് ഈ അമ്പലത്തിൻ്റെ ഈ ഇത് ക്ഷയിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായത്. ആ ഒരു കാലഘട്ടത്തിലാണ് തകർന്നുപോയ ദേവീക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയിരുന്ന സ്ഥലത്ത് ഒരു ചിതൽപുറ്റ് മാത്രം കാലക്രമത്തിൽ അവശേഷിച്ചു. ഒരാൾ പൊക്കമുണ്ടായിരുന്ന ഈ ചിതൽപുറ്റിന് മുന്നിൽ ചിലർ വിളക്ക് വെച്ച് ആരാധിച്ചിരുന്നു. ഒരു ചതൽപുറ്റ് വെച്ച് എന്നും വിളക്ക് കത്തിക്കുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മണ്ണാച്ചത്ത് എന്ന് പറയുന്ന അവിടുത്തെ വല്യമ്മയായിരുന്നു. അവിശ്വാസികളിൽ ഭയം നിറച്ചിരുന്ന ചിതൽപുറ്റിനെ സമീപത്തുള്ളവരൊക്കെയും ഭക്ത്യാദരപൂർവ്വമാണ് കണ്ടിരുന്നത്. ചിതൽപുറ്റിന് മുകളിൽ ചിലർ ഒരു ഓലപ്പുരയും കെട്ടി. അന്നത്തെ പേഷ്കാരായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന പേഷ്കാരായിരുന്ന പേഷ്കാർ ഈ സ്ഥലം സന്ദർശിക്കുകയും ചില പ്രാദേശികമായ ചില തർക്കങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് സന്ദർശിക്കുകയും അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് ഈ ക്ഷേത്ര ചിതൽപുറ്റ് കണ്ട് ഭയന്ന് ഒന്ന് ഞെട്ടി വിറച്ചു എന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിനാണോ സന്ദർശനത്തിന് വന്നത് ആ ഫയൽ അപ്പോൾ തന്നെ ശിരസ്ഥാരുടെ നിന്ന് വാങ്ങി ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കെല്ലാം വളരെ ആ ചിതൽപുറ്റിൽ നിന്നും വളരെ വിശ്വാസമായി. അപ്പോഴത് സങ്കല്പിച്ച് പട്ടിട്ട് മൂടി. അതെ ദേവിയെ സങ്കല്പിച്ച് പട്ടിട്ട് മൂടിയത്. പട്ടിട്ട് മൂടിക്കഴിഞ്ഞ് പിന്നീടാണ് ഇവിടെ ഓലക്കുരിയാല വന്നത്. പിൽക്കാലത്ത് നാട്ടുകാർ ചേർന്ന് ഒരു ദേവപ്രശ്നം വെച്ച് നോക്കി. പ്രശ്നത്തിൽ ഇവിടെ ദേവീ ചൈതന്യം കുടികൊള്ളുന്നു എന്ന് തെളിഞ്ഞതോടെ ഇവിടെ പിന്നെയും ക്ഷേത്രം പണിയും പ്രതിഷ്ഠയും ഒക്കെ നടന്നു. പേഷ്കാർ ഇവിടെ വന്ന് സന്ദർശിക്കുകയും ആ സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒത്തുകൂടി ഈ ഒരു അദൃശ്യ ശക്തി ഇവിടെ ഉള്ള സ്ഥിതിക്ക് അതിനൊരു ആരാധനാലയം ഉണ്ടാകണം എന്നൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഷ്ടമംഗല്യ പ്രശ്നമോ ദേവപ്രശ്നമോ തീർത്തെനിക്ക് പറയില്ല, അങ്ങനെ ഉള്ള ഒരു പ്രശ്നം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പ്രദേശവാസികളോട് തീരുമാനമെടുക്കുകയും ചെയ്തു. ഒരു അമ്പലം വെക്കുന്നതിന് അതിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ അവരാവശ്യപ്പെട്ടു. അപ്പം ഒരു പൂജാരി കയറിയിരുന്ന് പൂജ നടത്തണമെങ്കിൽ കിഴക്കോട്ട് ദർശനവുമാകുമ്പോൾ സാമാന്യം വലിപ്പമുള്ള ഒരു അമ്പലം ഇല്ലെങ്കിൽ നടക്കത്തില്ല. അങ്ങനെ തച്ചുശാസ്ത്രപരമായിട്ട് 12:8 എന്ന് പറയുന്ന കണക്ക് ഉൾക്കൊള്ളിച്ചും കൊണ്ട് നോക്കിയപ്പോൾ അമ്മയ്ക്കത് തൃപ്തികരമാണ്. ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞെങ്കിലും ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചിതൽപുറ്റ് എപ്പോഴും ഉണ്ടാകുമത്രേ.
ഒരു ചതൽപ്പുറ്റിൽ നിന്നാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എല്ലാ സമയത്തും തന്നെ ഒരു ചതൽപ്പുറ്റ് നിത്യം ഇങ്ങനെ ഉണ്ടായി വരാറുണ്ട്. ഇവിടാണെന്നുണ്ടെങ്കിൽ ഈ ചതൽപ്പുറ്റെന്ന് പറയുന്നത് ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്, വളരെ വിശ്വാസമുള്ളതാണ്. എൻ്റെ ചെറുതിലെ എൻ്റെ അച്ഛനും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ ചതൽപ്പുറ്റെന്ന് വെച്ചാൽ വളരെ വളരെ ശക്തിയുള്ളൊരു ചതൽപ്പുറ്റായിരുന്നു. അങ്ങനെ ഇവിടെ പട്ടിട്ട് മൂടിക്കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഒരു ഓലക്കുരിയാലയാണ് കെട്ടിയിരുന്നത്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരാൾ ഈ ചിതൽപ്പുറ്റിനെ പിൻകാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. പെട്ടെന്ന് ചിതൽപ്പുറ്റിൽ നിന്ന് ചോര പൊടിഞ്ഞത്. മാത്രമല്ല, ആ ചിതൽപ്പുറ്റ് തട്ടിക്കളഞ്ഞ മനുഷ്യന്റെ കാല് മുറിക്കേണ്ടിയും വന്നു എന്നാണ് കഥ. അടുത്ത പുരാണത്തിലെ ആ അമ്പലത്തിലെ ഈ കുളത്തില് മീന് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ വീട്ടിലെ ആ വസ്തുവിൻ്റെ അധികാരി ഈ മീൻ കെട്ട വീശിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അതിനെപ്പറ്റി ആ വലിയ ദേഷ്യഭാവത്തിൽ അമ്മയിലൊക്കെ വന്ന് ദേഷ്യപ്പെടുകയും അന്നിവിടെ പുറ്റായിരുന്നു, ക്ഷേത്രമായിട്ടില്ല. ആ പുറ്റ് കാലോട് തട്ടി മാറ്റുകയും അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലിനൊരു ഗുണമുണ്ടായി, ആ കാല് മുറിച്ചു മാറ്റുകയും ചെയ്യുന്ന സംഭവം കൊണ്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പനാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലം വാങ്ങിച്ചിരുന്നത്. അപ്പം പിന്നെ അവിടുന്ന് അയ്യപ്പസേവാ സംഘത്തിന് കൊടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് അപ്പൂപ്പനാണ്ട് ഇവിടെ കുളത്തിൽ മീൻ പിടിച്ചപ്പോഴെങ്ങാണ്ട് ഇവിടെ വന്ന് പുറ്റയിലെങ്ങാണ്ട് തട്ടി അങ്ങനെ കാല് മുറിച്ചെന്നാണ് പറയപ്പെടുന്നത്. ദേവിയെ അപഹസിച്ച ഒരാൾക്ക് മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടെന്നൊരു കഥയും ഇവിടെ നിലവിലുണ്ട്. ഇത്തരം കഥകൾ ഉള്ളതുകൊണ്ട് തന്നെ ദേവിയെ ആക്ഷേപിക്കാൻ ആരും തയ്യാറാകുന്നുമില്ല. ഇവിടെ അടുത്തുള്ള ഒരു വീട്ടില അപ്പോൾ കാളിയെ എന്ന് വിളിച്ച് അദ്ദേഹം. അപ്പോൾ കാളിയെന്ന് വിളിച്ചത് ഇവിടെ അടുത്തൊരു അമ്മയുടെ പേര് കാളി എന്നുണ്ടായിരുന്നെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ ഉള്ള അറിവ്. അപ്പം അമ്മയാണ് കാളിയെന്ന് വിളിച്ചപ്പോൾ വിളിയേട്ടത്, എന്തോന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മയാണ് കേട്ടത്. അന്നേരം എന്താടി എന്ന് ചോദിച്ച് അന്നേരം അമ്മ പറഞ്ഞു, ഈ കാളി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ത്രീ ആണെന്നുള്ള അദ്ദേഹം വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്താണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എൻ്റെ തല കായുന്നേ, എനിക്ക് ഇച്ചിരി എണ്ണ വേണവേ എന്ന് പറഞ്ഞു. അന്നേരം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് മൂത്രിച്ച് തേക്കാനെന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ പിറ്റേന്ന് ആ രാത്രി തന്നെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെളിയിലോട്ടിറങ്ങണമെന്ന് തോന്നിച്ച് വെളിയിലോട്ടിറങ്ങിയ സമയത്ത് താഴെയും മേളിലും തൊടാതെ ഒരാൾ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. ആ സമയത്ത് തന്നെ അദ്ദേഹം ബോധം കെട്ട് തറയിൽ വീണ് കുറച്ച് ദിവസം കിടന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ക്ഷേത്രത്തിന്റെയും ദേവിയുടെയും കഥകളാണെങ്കിൽ ഇവിടെ നേർച്ച നടന്നാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുമുണ്ട് നിരവധി കഥകൾ. സവിശേഷമായ രീതിയിലാണ് ഇവിടുത്തെ നേർച്ച. ലക്ഷ്മി ജ്വല്ലറി അവതരിപ്പിക്കുന്നു